എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ വില്ലൻ ഉണ്ടപ്പനാവട്ടെ അവൻ കൈയടിക്കും. നിങ്ങളെ ആദ്യം കണ്ടപ്പോ മണ്ടന്മാരാണെന്നാണ് ഞാൻ കരുതിയത്. ഇപ്പൊ ബോധ്യായി നിങ്ങൾ മരമണ്ടന്മാരാണെന്ന്. അപ്പൊ നമ്മുടെ ആൾക്കാര് ഓ നീ ഞങ്ങളെ വളരെ കുറവായിട്ടാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നേ, ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് കുട്ടപ്പനും കിബയും അവന്റെ അടുത്തേക്ക് ചാട്ടി വീഴും. ഇത് കണ്ട് നമ്മുടെ നാറ ഷോക്കായി പോവും. അപ്പൊ നെജി ആവട്ടെ നിലവിളിച്ച് കരഞ്ഞ് അവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കും. അപ്പൊ കുട്ടപ്പൻ ഒരിക്കലുമില്ല, എനിക്ക് അവനെ സ്പോട്ട് ചെയ്ത് കിട്ടി, തീർച്ചയായിട്ടും അവന്റെ കഥ കടിക്കുമെന്ന് പറയുമ്പോ കിബ ചാടി ഉണ്ടപ്പന്റെ മേത്തേക്ക് വീഴും. ഉണ്ടപ്പൻ കിബയെ കറക്കി തിരിച്ച് താഴെ ഒരു ഒറ്റ അടി. അത് കണ്ട് കുട്ടപ്പൻ അവനെ അടിച്ചാ ഞാൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് കുട്ടപ്പനും ഓടി അടുക്കും. ഇതിന്റെ ഇടയില് കുട്ടപ്പനാവട്ടെ ഒരുപാട് ക്ലൗൺസിനെ കൂടെ ക്രിയേറ്റ് ചെയ്യും. കുട്ടപ്പന്റെ ചാട്ടം കണ്ട് വില്ലനാവട്ടെ ചാടി വന്ന് കുട്ടപ്പനിട്ട് ഒരൊറ്റ ഇടി. കറങ്ങി തിരിഞ്ഞു വന്ന് കിബയ്ക്കിട്ട് ഒരു തൊഴി. അതോടുകൂടി കുട്ടപ്പനും കിബയും സൈഡാവും. എന്നിട്ട് അവരുടെ മുൻപില് നമ്മുടെ ബ്രഹ്മാണ്ഡ വില്ലൻ കുത്തിയിരുന്ന് അവന്റെ നിപ്പും ബാഹും കാണുമ്പോ നമ്മുടെ നാറയ്ക്ക് മനസ്സിലാവും എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നെന്ന്. അവരുടനെ റെഡിയായിട്ട് നിൽക്കും. ഉണ്ടപ്പം വീണ്ടും എഴുന്നേറ്റ് നിന്ന് അവിടെ ആഞ്ഞടിക്കാൻ തുടങ്ങും. ആ അടിയില് അവൻ അവിടെ മുഴുവനായിട്ടും ഇടിച്ചു പൊളിക്കും. ഇത് കണ്ട ചോച്ചി ആവട്ടെ അവന്റെ പവർ എടുത്ത് അവിടെ വലിയൊരു കാറ്റ് തന്നെ സൃഷ്ടിക്കും. എന്നിട്ട് ഞൊടിയിടയില് എല്ലാവരുമായിട്ട് അവിടുന്ന് മറഞ്ഞു പോകും. നമ്മുടെ ആൾക്കാര് അവന്റെ കണ്ണിൽ പൊടിയിട്ട് അവിടുന്ന് ഒരുപാട് ദൂരം മാറി നിൽക്കും. അവര് കാടിന്റെ നടുക്കെത്തി അവിടെ വന്നിട്ട് ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് അവരാലോചിച്ചുകൊണ്ടിരിക്കും. ഈ തടീനുമായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം പോകും. മാത്രമല്ല അതേ സമയത്ത് സാസുക വലിയ അപകടത്തിലാവും. നമ്മൾ എത്രയും പെട്ടെന്ന് സാസുകയെ കണ്ടുപിടിക്കണമെന്ന് അവര് വീണ്ടും പറയും. നാറ പറയും നമ്മൾ വളരെയധികം ഫോക്കസ് ആയിരിക്കണം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ. എന്തായാലും നമ്മൾ പെട്ടു. ആ ഉണ്ടപ്പൻ അവൻ നമ്മളെ തേടുന്നുണ്ട്. അതുകൊണ്ട് 2 ടീമായിട്ട് നമുക്ക് മിഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ടീം ഈ ഉണ്ടപ്പനെ നേരിടണം, ബാക്കിയുള്ള ടീം എത്രയും പെട്ടെന്ന് സാസുകയെ കണ്ടുപിടിക്കണം. അതേസമയം ആ വില്ലന്മാര് ഇപ്പൊ സാസുകയെ കൊണ്ട് ബോർഡർ കടക്കാൻ പോവാണ്. ഇവിടെ നാറ നമുക്ക് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ആദ്യത്തെ ഗ്രൂപ്പിന്റെ ലീഡർ അത് ഞാനായിരിക്കും. മറ്റേ ഗ്രൂപ്പിന്റെ സബ് ലീഡർ അത് നെജിയും. കട്ട് ചെയ്താ ഉണ്ടം വില്ലനാവട്ടെ ഒരുപാട് നേരം അവരെ തെരഞ്ഞിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത അരിശത്തില് അവിടെ ഒരു ഒറ്റ അടിയുടെ പവറില് നമ്മുടെ ആൾക്കാർ തെറിച്ചു വീഴുമ്പോ ഉണ്ടപ്പൻ കറക്റ്റായിട്ട് അവരെ സ്കെച്ച് ചെയ്യും. അവനെ കണ്ട് നാറ കുട്ടപ്പന്റെ അടുത്ത് പറയും നമ്മൾ 2 പേരും ഇവനെ നേരിടണം. ബാക്കിയുള്ളവരോട് നിങ്ങൾ എത്രയും പെട്ടെന്ന് സാസുകയെ കണ്ടെത്താനായിട്ട് നാറ പറയും. ഉണ്ടപ്പൻ ചിരിക്കും. കാരണം അവരുടെ പകുതിയിലേറെ പവർ ഇപ്പൊ അവന്റെ കയ്യിലാണ്. നിങ്ങൾ വീണ്ടും ഷാഡോ ജിപ്സ് ഉപയോഗിച്ചാണോ എന്നെ നേരിടാൻ പോകുന്നതെന്ന് ചോദിച്ച് അവൻ ചിരിക്കും. നീ ഇപ്പൊ തന്നെ ഓടി രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ കൂടുതൽ വിഷമിക്കേണ്ടി വരും. ഈ ഷാഡോ ക്ലൗൺ ജിപ്സ് ഉപയോഗിച്ചാണ് ഒരിക്കൽ ഞാൻ നിങ്ങളെ പിടിച്ചു കെട്ടിയത്. ആ സമയത്ത് പെട്ടെന്ന് അവനെ അവിടെ കാണാതാവും. ഉടനെ അവര് പരസ്പരം അവൻ എവിടെയെന്ന് ചോദിച്ച് നെജി സ്മെല്ല് ചെയ്യുമ്പോ അവരുടെ തൊട്ട് ബാക്കിൽ നിന്ന് അവന്റെ സ്മെല്ല് വരും. അവൻ പൊടുന്നനെ വലിയൊരു പാറക്കല്ലുമായിട്ട് അവർക്ക് നേരെ നിൽക്കുകയാണ്. നറൂട്ടോ കുട്ടപ്പൻ പേടിച്ചു വിറച്ച് അവന്റെ വായും കണ്ണും ഒരുപോലെ തുറന്നു നിൽക്കും. നാറ ഓടിക്കോ എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും നാനാ വഴിക്കോടും. ഉണ്ടവില്ലൻ സ്പീഡിൽ ഓടി വന്ന് ആ പാറ വലിച്ചെറിയും. പക്ഷെ നമ്മുടെ ആൾക്കാരുടെ ഭാഗ്യം കൊണ്ട് ആർക്കും ഒരു പോറല് പോലും പറ്റില്ല. പെട്ടെന്ന് മണ്ണ് പോലും തുറന്നുകൊണ്ട് ആ ഒരു ഉണ്ടപ്പൻ ചാടി നാറയെ കയറി പിടിക്കും. നാറയാണ് ഇവരുടെ നേതാവെന്ന് മനസ്സിലാക്കി അവനെ കാലെ കെട്ടിത്തൂക്കി താഴേക്കിടും. അവൻ നാറെ കറക്കി ഒരൊറ്റ ഏറ്. ആ കറക്കത്തില് അവൻ തെറിച്ചു പോയി വീഴും. പക്ഷെ ചോച്ചിപ്പയ്യൻ അവൻ കറക്റ്റായിട്ട് നാറയെ ക്യാച്ച് ചെയ്തുകൊണ്ട് കാര്യമായിട്ടൊന്നും നാറയ്ക്ക് പറ്റില്ല. അപ്പൊ വീണ്ടും ഉണ്ടപ്പം വില്ലൻ നിങ്ങൾക്കെന്താ എന്നെ കാണുമ്പോ ഒരു വില്ലനായിട്ട് തോന്നില്ലേ? തീർച്ചയായിട്ടും നിങ്ങളെ ഭയപ്പെടുത്തി ഞാൻ കൊന്നുകളയെന്ന് പറയുമ്പോ ഇവിടെ ചോച്ചിയാവട്ടെ എന്റെ സൈസിന് ഇവൻ കറക്റ്റാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാന്ന് ചോച്ചി പറയും. അപ്പൊ നാറ ടെൻഷനായിട്ട് അത് റിസ്ക് ആണ്, നിന്നെ കൊണ്ട് ഒരിക്കലും ഒറ്റയ്ക്ക് അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ ചോച്ചി ഒരുപാട് പിൽസ് എടുത്ത് അവർക്ക് കൊടുത്ത് നിങ്ങൾ എല്ലാവരും ഇത് എത്രയും പെട്ടെന്ന് കഴിക്കണം, എന്റെ കയ്യില് ഒരു സീക്രട്ട് ജിപ്സ് ഉണ്ടെന്ന് പറഞ്ഞ് അവൻ എല്ലാവർക്കും ആ പിൽസ് കൊടുക്കാൻ തുടങ്ങും. ആ തക്ക നോക്കി നമ്മുടെ വില്ലനാവട്ടെ അവർക്ക് നേരെ ചാടി വരും. അപ്പൊ ചോച്ചി നിങ്ങൾ എല്ലാവരും മാറി നിൽക്ക്, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞ് അവന്റെ പോക്കറ്റിൽ നിന്ന് എന്തോ ഒരു സാധനം പുറത്തെടുക്കും. ഇത് ഫുഡ് പിൽസ് അല്ലേന്ന് വില്ലൻ പറയുമ്പോ ചോച്ചി ആവട്ടെ അതങ്ങനെ തന്നെ വായിലേക്കിടും. അപ്പൊ ചോച്ചി മണ്ട ഇത് ഫുഡ് പിൽസ് അല്ല റൊട്ടേറ്റിംഗ് പിൽസ് ആണെന്ന് പറഞ്ഞ് വില്ലൻ ഓടി വന്ന് ചോച്ചിക്കിട്ട് ഒരൊറ്റ ഇടി. ആ ഇടിയില് ചോച്ചി തെറിച്ചു പോകുമെന്ന് വിചാരിച്ചാല് ചോച്ചിക്ക് ഒരു പോറല് പോലും ഏൽക്കില്ല. ഉണ്ടവില്ലൻ കണ്ണു തള്ളിയിട്ട് ചോച്ചിയെ നോക്കി നിൽക്കുമ്പോ
ചോച്ചി വിളിച്ചു പറയും, നിങ്ങൾ എത്രയും പെട്ടെന്ന് സാസുകയെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇവൻ പറഞ്ഞതുപോലെ നമ്മൾ ശരിക്കും മണ്ടന്മാരായി തീരും. അപ്പൊ നാറയ്ക്ക് മനസ്സിലാവും ചോച്ചി ഫുൾ ഫോമിലാണെന്ന്. ഇത് നീ കൈകാര്യം ചെയ്യ്, ഞങ്ങൾ എത്രയും പെട്ടെന്ന് സാസുകയെ കണ്ടുപിടിക്കാന്ന് പറയുമ്പോ നമ്മുടെ വില്ലനാവട്ടെ, നിനക്കെന്താ എനിക്ക് തീരെ വില തന്നൂടെ, ഞാനൊന്നും ചെയ്യില്ല എന്നാ? തീർച്ചയായിട്ടും നിന്നെ അടിച്ചു കൊന്ന് അവരെ ഞാൻ തടയുമെന്ന് അവൻ സ്റ്റൈലായിട്ട് പറയും. അത് കേൾക്കേണ്ട താമസം ചോച്ചി ആവട്ടെ അവനെ തള്ളി നിലത്തിട്ട് ഒരുപാട് നേരം വലിച്ചു ദൂരത്തെത്തിക്കും. എന്നിട്ട് കാലേ വാരി ഒരൊറ്റ അടി. ആ അടിയില് അവൻ തെറിച്ചു പോയി വീഴും. ഇവിടെ നമ്മുടെ ആൾക്കാരാവട്ടെ ചോച്ചി കൊടുത്ത ആ ഒരു പിൽസ് ഇപ്പൊ കഴിക്കാൻ തുടങ്ങും. അപ്പൊ പെട്ടെന്ന് നെജി ഒരു കാര്യം ആലോചിക്കും. നമ്മുടെ ചോച്ചി പയ്യൻ അവൻ കഴിച്ച ആ ഒരു പില്ല് കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരുപാട് പവർ കിട്ടും. അപ്പൊ നാറ പറയും അവൻ കഴിച്ചത് അത് മറ്റൊന്നുമല്ല, അക്കപ്ചിക്ക് മെഡിസിൻ ആണ് അവൻ കഴിച്ചത്. അത് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പവർ കിട്ടി ആരെ വേണമെങ്കിലും അവന് കൊന്നു തള്ളാൻ കഴിയും. നാറ പറയും അവനത് കൊണ്ടുവന്നത് തന്നെ ഈ ഒരു മിഷന് വേണ്ടിയിട്ടാണ്. ആ പിൽസില് 3 ടൈപ്പ് ഓഫ് പില്ലുകളാണ് ഉണ്ടാവുക, ഗ്രീൻ, യെല്ലോ, റെഡ്. അത് 3നും 3 ലെവൽസ് ഓഫ് പവർ ആണ്. ആ മെഡിസിന് ഒരേ സമയം അതിന് സൈഡ് എഫക്റ്റും ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായും അവന് വലിയ പ്രശ്നം അത് നേരിടേണ്ടി വരും. അപ്പൊ അതേ സമയം ചോച്ചിക്ക് ശ്വാസം കിട്ടാതെ അവനിപ്പോ കിതയ്ക്കാൻ തുടങ്ങും. ചോച്ചിക്ക് പതിയെ പതിയെ അവന്റെ വയറിന് വേദന തുടങ്ങും. മരുന്നിന്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് ചോച്ചി അവിടെ ഇരുന്ന് പോകുമ്പോ നാറയാവട്ടെ, നീ ആ പച്ച മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവന്റെ കഥ കഴിക്കണം. ഒരു കാരണവശാലും ചുവന്ന പില്ല് അത് തുടരുത്. നമ്മുടെ ചോച്ചി പയ്യൻ അവനിപ്പോ ഒരുപാട് കത്തിയെടുത്ത് അവന്റെ ചുറ്റും കെട്ടിവെക്കാൻ തുടങ്ങും. വില്ലനാവട്ടെ ഇതെന്തൊരു ശിക്ഷയാണോന്നും പറഞ്ഞ് അവനെ നോക്കി നിൽക്കും. പക്ഷെ ചോച്ചി പയ്യൻ അവന്റെ പ്ലാൻ വേറെ ലെവലാണ്. അവൻ കറങ്ങി കറങ്ങി വില്ലനെ അടിച്ചു തെറിപ്പിക്കാൻ നോക്കുമ്പോ അവനാവട്ടെ തെന്നിത്തെറിച്ച് മാറി ഓടും. പക്ഷേ വില്ലനാവട്ടെ അവൻ ഒരുപാട് ചുമരൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ചോച്ചിയെ തടയാൻ ശ്രമിക്കും. ഒടുവിൽ വില്ലൻ അവന്റെ കൈ ഉപയോഗിച്ച് ചോച്ചിയെ തടുത്തു നിർത്തുമ്പോ കത്തി കൊണ്ട് അവന്റെ കൈ തന്നെ കീറിപ്പോവും. അപ്പൊ കിബയുടെ പട്ടിക്കുട്ടി ടെൻഷനായിട്ട് എന്തോ ഒരു കാര്യം പറയാൻ തുടങ്ങും. അതായത് വില്ലനുണ്ടപ്പന്റെ പവർ ഇവർക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ചോച്ചിക്ക് ആ ഒരു പില്ല് ഉപയോഗിച്ചുകൊണ്ട് അവനെ തടുത്തു നിർത്താനാവുമോ എന്ന് ഇപ്പൊ പട്ടിക്കുട്ടിക്കും അവർക്കും എല്ലാവർക്കും ഒരുപാട് സംശയമാണ്. ഇവിടെ വില്ലനുണ്ടപ്പൻ അവന്റെ ബോഡിയിൽ ഇപ്പൊ പതിയെ പതിയെ ആ ഒരു ശാപക്കുറി അത് മുഴുവനായിട്ട് സ്പ്രെഡ് ആവും. അവൻ ചോച്ചിയെ വെട്ടിത്തിരിപ്പിച്ച് അവനെ അടിച്ചു തെറിപ്പിക്കും. വില്ലൻ ചിരിക്കും. എല്ലാ ഗ്രൂപ്പിലും നിന്നെപ്പോലെ ഓരോ മണ്ടന്മാരുണ്ടാവും. നിന്നെപ്പോലുള്ളവര് ഈ ഭൂമിക്ക് തന്നെ ഭാരാണ്. വെറുതെ തിന്ന് ജീവിക്കാനല്ലാതെ നിന്നെക്കൊണ്ട് യാതൊന്നിനും കഴിയില്ല എന്ന് പറയുമ്പോ അത് കേട്ട് നമ്മുടെ ചോച്ചിക്ക് ഒരുപാട് വിഷമാവും. അവൻ പെട്ടെന്ന് അസുമ അവനെ കുറിച്ച് പറഞ്ഞ ആ കാര്യം ആലോചിക്കും. നിന്നെക്കൊണ്ട് തിന്നാനല്ലാതെ വേറെ യാതൊരു പ്രയോജനവും ഇല്ല. അതുപോലെ ഈനോ, നീ ഇങ്ങനെ തിന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരാൾ പോലും നിന്നെ തിരിഞ്ഞു നോക്കില്ല. അങ്ങനെ ഈനോയെക്കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവൻ ഓർത്തെടുക്കും. അപ്പൊ ചോച്ചി വീണ്ടും പഴയ ഇമാജിനേഷനിലേക്ക് പോവും. കാരണം ആരും അറിയാതെ അവൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിരുന്നു. അവൻ അനങ്ങാതെ നിൽക്കുന്നത് കാണുമ്പോ നമ്മുടെ വില്ലൻ വിചാരിക്കും നമ്മുടെ ചോച്ചി പയ്യൻ അവൻ തോറ്റുപോയിന്ന്. ലീഫ് വില്ലേജിലെ എല്ലാവരുടെയും വിചാരം അവര് ഭയങ്കര സ്ട്രോങ് ആണെന്നാണ്. നിങ്ങൾ എല്ലാവരും എന്റെ മുൻപിൽ വെറും കോമാളികളാണെന്ന് പറഞ്ഞ് അവൻ ഇടിക്കാനായിട്ട് ഓടി വരും. വില്ലൻ അവനെ പിടിച്ചു വലിച്ച് ഇടിച്ചു തെറിപ്പിക്കും. നീ കറങ്ങി കറങ്ങി എന്നെ അടിച്ചു തെറിപ്പിക്കും അല്ലേടാ, നിന്നെ തകർക്കാൻ എനിക്ക് എന്റെ ചെറുവിരൽ മതിയെന്ന് പറഞ്ഞ് അവൻ വീണ്ടും നമ്മുടെ ചോച്ചി ഇടിക്കും. നീ വെറും ഒരു ആവറേജ് ഹൈറ്റുള്ള ഒരു ഉണ്ടപ്പനാണ്, നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം. നിന്നെപ്പോലൊരുത്തനെ സെലക്ട് ചെയ്ത നിന്റെ ടീം ലീഡർ അവൻ അതിലും വലിയ മണ്ടനാണ്. അത് കേട്ട് ചോച്ചിക്ക് കലി കേറി വരുമ്പോ ഇവിടെ നാറയും ചോച്ചിയുടെ കാര്യം തന്നെ ആയിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായും ഒന്നുകിൽ ചോച്ചി ജയിക്കും, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവൻ എന്നേക്കുമായിട്ട് വിട്ടുപിരിയും. നാറയ്ക്ക് വീണ്ടും വീണ്ടും ചോച്ചിയുടെ കാര്യം ആലോചിക്കുമ്പോൾ ടെൻഷൻ കൂടി വരികയാണ്. സോ ഒരുത്തനെ രക്ഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരുത്തനെ കൊന്നുകളയണം. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ചോച്ചി വീക്കാണ്. അത് തിരുത്തി കുറിക്കാനാണ് എല്ലാവരെയും പറഞ്ഞുവിട്ട് അവനിപ്പോ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നത്. ഇവിടെ ചോച്ചി ആവട്ടെ ഒരുപാട് അടിവാങ്ങി ഇപ്പൊ ടയേർഡായിട്ട് താഴെ കിടക്കുകയാണ്. അപ്പൊ അവൻ പതിയെ നാറ പറഞ്ഞ കാര്യങ്ങള് അത് ആലോചിക്കാൻ തുടങ്ങും. ചോച്ചി അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, മാത്രമല്ല അവന് ഒരുപാട് പവർ ഉണ്ട്. തീർച്ചയായും അവൻ കട്ടയ്ക്ക് നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യും. ചോച്ചിക്ക് മനസ്സിലാവും നാറ തന്നെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവനെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്ന് പറഞ്ഞ് അവൻ എല്ലോ പില്ലെടുത്ത് അത് കഴിക്കാൻ ആരംഭിക്കും. ചോച്ചി ചാടി എഴുന്നേറ്റ് നിന്ന് അവന്റെ കംപ്ലീറ്റ് പവറും എടുത്ത് ഇപ്പൊ വില്ലനെ അടിക്കാൻ റെഡിയാവും.
അത് കാണുമ്പോ നമ്മുടെ വില്ലന് അവന് ഒരുപാട് കൊതിയാവും. കാരണം ചോച്ചിയുടെ കയ്യില് ഇപ്പൊ ഒരുപാട് ചക്ര പവർ ഉണ്ട്. അപ്പൊ നാറ ആവട്ടെ നമ്മുടെ ഇടയില് ഏറ്റവും പവർഫുള്ള് അത് മറ്റാരുമല്ല ചോച്ചിയാണെന്ന് പറയുമ്പോ ഇവിടെ ചോച്ചി ആവട്ടെ അവനെ അടിക്കാനായി കൈവീശി ചാട്ടി അങ്ങോട്ട് വീഴും. ചോച്ചിയുടെ വരവ് കണ്ട് പേടിച്ചു നിൽക്കുന്ന വില്ലനോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.